നീ എന്നല്ല, നിന്റെ തന്തയുടെ 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 എത്ര പൂർവിക തന്തമാർ ജനിച്ചാലും പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത്, ഒരു വരി എഴുതാൻ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. കേട്ടോടാ, മൈ 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 മൈത്രേയ. പിന്നെ നിന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ, ഇതേപോലുള്ള ലോക്കൽ ചാനൽ വന്നിരുന്ന് വെറുതെ കൊണ അടിച്ച് പോകാം. ചുമ്മാ ഇങ്ങനെ കൊണ അടിച്ചിട്ട് പോകാമെന്നല്ല, എന്നെ കൊണ്ടൊന്നും വേറെ യാതൊരു പറ്റത്തില്ല. ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ശ്രദ്ധേയമായ, പെട്ടെന്ന് തന്നെ ആകർഷിച്ച ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, വേറൊന്നുമല്ല, വായിച്ചു നോക്കാം. ആദ്യം നിന്റെ മകളുടെ തുറന്ന പുസ്തകം അടച്ചു വെക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ സിനിമാക്കാർ കയറി താളിയോല പണയും. എവിടെ? തുറന്ന പുസ്തകത്തിൽ. ഇതാരെക്കുറിച്ചാണെന്നറിയാം? കനിശ്രുതി, അറിയാലോ, ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ആക്ട്രസ്സാണ്. എന്നാലും എന്താണാവോ ഉദ്ദേശിച്ചത്? ബിരിയാണി എന്ന പടം, ബിരിയാണി കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? കഴിക്കുന്നതല്ലേ. എന്നാൽ അതിനേക്കാളും വെല്ലുന്ന ഒരു മസാല തുണ്ട് പടം. പടത്തിലെ നായികയാണ് ഈ മൈത്രേൻ്റെ മോള് കനിശ്രുതി. ഒരുവിധപ്പെട്ട യങ്സ്റ്റേഴ്സെല്ലാം ഈ കനിശ്രുതിയെ അറിയാം. ബിരിയാണി എന്ന ഒറ്റപ്പടം കൊണ്ട് മാത്രം വളരെ ശ്രദ്ധേയമായ ആ കഥാപാത്രമായി അഭിനയിച്ച് തകർത്ത ഒരു നടി. ആ നടിയുടെ തന്തയാണ് ഈ നാറി. ഏത് പരിശുദ്ധ ഖുർആനോ ഏത് ദൈവിക ഗ്രന്ഥം വേണമെങ്കിലും എഴുതാൻ കഴിവുള്ള, കാലിബറുള്ള, കപ്പാസിറ്റിയുള്ള ഈ താളിയോലമോൻ. അതുകൊണ്ട് മോളുടെ തുറന്ന പുസ്തകം അടച്ചു വെപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഖുർആനും മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം എഴുതുന്നതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. ഓക്കെ, നമ്മുടെ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, ഏത് ദൈവിക ഗ്രന്ഥവും എഴുതാൻ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള, കാലിബറുള്ള ഈ മോനെക്കുറിച്ച്, ഈ വെറും മോനല്ല, ഈ താളിയോല മൈത്രേയനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ മസ്റ്റഡ് കമൻറ്റ് ചെയ്യുക. അത്രക്കും കഴിവുള്ള ഒരു വ്യക്തിയാണോ, അത്രമാത്രം ടാലൻറ്റ് ഇവനുണ്ട്, ലെവൽക്കും ഉണ്ട്. ബിരിയാണി ദം ബിരിയാണി. ഓക്കെ, മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വിലപ്പെട്ടതാണ്. വളരെ